ഹായ്, നമസ്കാരം. ഞാനിവിടെ രാമേന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ്റെ ഭാര്യ ഇങ്ങനെ വീഴുന്നു, കൈ പൊട്ടലുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചിട്ടാണ് ഞാനിപ്പം ഈ ചേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്. അപ്പം നാട്ടുകാരെല്ലാം കൂടിയാണ് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് പൊട്ടലുണ്ട് കേട്ടോ കയ്യിൽ. വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് അവരിപ്പം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറിയ രീതിയിൽ ഭക്ഷണ സാധനങ്ങളും ആഹാരവും ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ കേട്ടോ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ സങ്കടമാണ് അവരുടെ അവസ്ഥ. ഒന്നാതെ അവർക്ക് ദുരിത ജീവിതമാണ്, അതിൽ കൂടെയാണ് ഇങ്ങനെ വിടുന്നതാണ്. കൈ നല്ല രീതിയിൽ പൊട്ടലുണ്ട്. കാണണമെന്ന് എല്ലാവരും ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക. ഇന്ന് 4 ദിവസമായി ഈ കൊച്ചിൻ്റെ കൈ വീണൊടിച്ചിട്ട് ഇതിനെ കൊണ്ടുപോയി എക്സ്റേ എടുക്കാനോ ഇതിനൊന്നിനോ ആശുപത്രി കൊണ്ടുപോകാനോ ആരുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി അവരാണ് കൊണ്ടുപോയി എക്സ്റേ ചെയ്തതാണ്. ഇത് വെള്ളിയാഴ്ച കൊണ്ടുപോകും. ഒരു നിവൃത്തിയില്ല. ഈ കാണുന്ന നിങ്ങളെല്ലാം ഞങ്ങളെ വേണ്ടതുപോലെ ഒന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിപ്പിക്കുന്നു. ദൈവമേ, ഞാനല്ലാതെ എന്തെങ്കിലും പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ കിടക്കപ്പായി കിടക്കുന്ന എല്ലാ 1, 2 എല്ലാം ഈ കൊച്ചാണ് എടുക്കുന്നത്. നമുക്ക് ആരോഗ്യത്തിലേ സഹായമില്ലേ. ദൈവമേ, നിങ്ങൾ കാക്കണേ, ഞങ്ങൾ തെറ്റിക്കണേ. ഏക ആശ്രയം ഈ ചേച്ചിയായിരുന്നു കേട്ടോ. രാമേന്ദ്രൻ ചേട്ടന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇപ്പം ചേട്ടൻ കിടക്കയിലാണെല്ലാം മലവിസർജനമെല്ലാം നടത്തുന്നത്. ഇപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പം വല്ലാത്തൊരു സ്റ്റേജിലാണ് പുള്ളി കിടന്നത്. പിന്നെ ഞാൻ വന്നിവിടെ വന്ന് എല്ലാം ക്ലീൻ ചെയ്തു. വല്ലാത്തൊരു സാഹചര്യമായിപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. ആരും ഇല്ലാത്തവർക്ക് എന്തിനാണ് ഇങ്ങനെ ദൈവം ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു കഷ്ടത കൊടുക്കുന്നത്? സഹായിക്കാൻ ശ്രമിക്കുക.